നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മീനശനി ഇടവവ്യാഴം 1200 കൊല്ലവർഷം മീനമാസം 30 ഞായറാഴ്ച ഉദയാദി 50 നാഴിക 20 വിനാഴികയ്ക്ക് ചോതി നക്ഷത്രവും കൃഷ്ണപക്ഷ പ്രതിപദ തിഥിയും പന്നിക്കരണവും വജ്രനാമ ചന്ദ്രാർക്ക യോഗവും കൂടിയ ദിവസം തുലാക്കൂറിൽ മകരലഗ്നത്തിൽ പൃഥ്വിഭൂതത്തിലാണ് ഈ വർഷത്തെ മേഷ വിഷു സംക്രമം വരുന്നത്. മകം നക്ഷത്രക്കാരുടെ ഈ വർഷത്തെ വിഷുഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. കാരണം മകം നക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ യോഗമുള്ളൊരു വർഷമാണ്. കാരണം ഈ വർഷത്തിൽ വരുമാനം നല്ല രീതിയിൽ വർദ്ധിക്കാനും അതിനോടൊപ്പം ചെലവ് നിയന്ത്രിക്കാനും സാധിക്കുന്നു എന്ന് പറയുന്നതാണ് പ്രധാനപ്പെട്ട ഗുണം. അപ്പോൾ ഏകദേശം ഒരു വരുമാനത്തിൽ ഒരു 14 രൂപയാണ് വരുമാനമെങ്കിൽ ഒരു 8 രൂപയിൽ ചിലവ് ഒതുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ മിച്ചം ഒരു 6 രൂപയോളം വരും. അപ്പോൾ അതനുസരിച്ച് വരുമാനം വർദ്ധിക്കും, ചിലവ് കുറയ്ക്കാനായിട്ട് സാധിക്കും എന്ന് പറയുന്ന നല്ലൊരു ഗുണമുണ്ട്. അതിനോടൊപ്പം തന്നെ ശൂല ഷഡ്ക ഫലങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് അന്ത്യഷൽക്കമാണ്. അപ്പോൾ അന്ത്യഷൽക്കത്തെ സംബന്ധിച്ച് അനുകൂലമായിരിക്കുന്ന ഗുണമാണ്. കാരണം ഗവൺമെൻറ്റിൽ നിന്നും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട്. അതുപോലെ തന്നെ മറ്റ് പൊതു സമൂഹത്തിൽ നിന്നും നല്ല അഭിപ്രായം രൂപീകരിക്കാനായിട്ട് സാധിക്കും. ചെയ്യുന്ന തൊഴിൽ മേഖലയിൽ ഒരു സ്ഥാനക്കയറ്റം പോലെയുള്ള കാര്യങ്ങളും സഹപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും അനുമോദനം കിട്ടാനായിട്ട് യോഗവും അവർക്ക് നല്ല അഭിപ്രായങ്ങൾ ഉണ്ടാകാനുള്ളൊരു യോഗമൊക്കെയാണ് കാണുന്നത്. അപ്പോൾ അതൊക്കെ പോസിറ്റീവായിട്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നൊരവസ്ഥയാണ്. അതേപോലെ തന്നെ ഇപ്പോൾ കലാരംഗത്ത് പ്രവർത്തിയെടുക്കുകയാണെങ്കിൽ അവരെ സംബന്ധിച്ച് 4 ജനങ്ങൾ നല്ല അഭിപ്രായം പറയുകയും പേരും പ്രശസ്തിയും കിട്ടാനായിട്ട് ഇടവരികയും ചെയ്യും. ഗവൺമെൻറ്റിൽ നിന്നാണെങ്കിലും എന്തെങ്കിലും ലോണ് പോലെയുള്ള കാര്യങ്ങൾ, നിയമപരമായിരിക്കുന്ന സർട്ടിഫിക്കറ്റ് പോലെയുള്ള കാര്യങ്ങളോ മറ്റെന്തെങ്കിലും അനുകൂലമായിരിക്കുന്ന കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ തടസ്സം കൂടാതെ നടക്കുന്ന ഒരു വർഷമാണ് എന്ന് പറയുന്നൊരു ഗുണമാണ് പ്രധാനമായിട്ട് കാണുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഗവൺമെൻറ്റിൽ നിന്ന് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളും ജനങ്ങളിൽ നിന്നും അനുകൂലമായിരിക്കുന്ന ഗുണവും കിട്ടുന്നൊരു വർഷമാണെന്ന് മാത്രമല്ല, ചാരവശാൽ 10ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം സർവാഭിഷ്ട സ്ഥാനത്തേക്ക് വരുന്നത് കൊണ്ട് ദൈവാധീനം വർദ്ധിക്കുന്നത് കാരണം കൊണ്ട് തന്നെ ചെയ്യുന്ന പ്രവൃത്തിയിലൊക്കെ വിജയം നേടാനായിട്ട് സാധിക്കുകയും ചെയ്യുന്ന ഒരു വർഷം കൂടിയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.